ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ ഒരു വെജിറ്റബിൾ ഫ്രൈ ആണ് സോയ ചങ്ക്സ് ഫ്രൈ. ഇത് നല്ല നോൺ വെജ് ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ. സോയ നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കും. 2-3 മിനിറ്റ് കിടന്നാൽ മതി. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആ സോയ ഇച്ചിരി ഉപ്പ് പിടിക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടാം. ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ആ പൊടിക്ക് ചേരാനുള്ള ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇത് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം നമുക്ക്. ഈ മസാലയെല്ലാം സോയയിൽ നന്നായിട്ട് പിടിക്കണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് വറുത്തെടുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ആ മസാല പുരട്ടിയ സോയ നമുക്ക് വെളിച്ചെണ്ണയിലേക്കിട്ട് വറുത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയാണ് അതിൻ്റെ പദം. കുറച്ച് ഉണക്കമുളക് കൂടി നമുക്കതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൊണ്ട് വറുത്തെടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടാൽ മതി.